ഇപ്പോൾ ആശുപത്രി പോകാനായിട്ട് പോയതാണ്, അയാൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു. ഈ രണ്ട് കാര്യം വെച്ചിട്ട് CBI പ്രകാശ് തമ്പി പറഞ്ഞത് മുഴുവനും അങ്ങോട്ട് വിശ്വസിച്ചു. ഈ വിശ്വസിക്കുന്നതിനെയാണ് ഹൈക്കോടതി പറഞ്ഞ് അത് ഗോസ്പൽ ഓഫ് ട്രൂത്ത് ആയിട്ട് എടുത്തു, ഈ സാക്ഷികൾ പറയണതല്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബാലഭാസ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ഇങ്ങനെ ഓരോ വീഡിയോസിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ വീഡിയോസൊക്കെ നമ്മൾ കുത്തിപ്പൊക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നും അതൊരു പഴയ വീഡിയോ തന്നെ. പഴയ നിങ്ങൾ ആരും കേൾക്കാതെ പോയ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അന്ന് ബാലഭാസ്കറിന് വേണ്ടി അപ്പീർ ചെയ്ത ഒരു വക്കീലുണ്ട്. ആ വക്കീൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന തമ്പിയുടെ ഇൻവോൾവ്മെൻറ്റ്, ഈ കോടതി പറഞ്ഞ കാര്യങ്ങൾ, ഈ ക്യാമറ, നമ്മുടെ ഈ കലാഭവൻ സോബി പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഈ തെളിവുകൾ എങ്ങനെ നശിപ്പിക്കപ്പെട്ടു, എങ്ങനെയാണ് തെളിവുകൾ, ഈ തമ്പി എല്ലായിടത്തും പോയി എങ്ങനെയൊക്കെയാണ് തെളിവുകൾ നശിപ്പിച്ചത്, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു വോയിസ് അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ വന്ന നാൾ വഴികൾ, എന്തുകൊണ്ടാണ് ഈ പ്രിയ അടക്കമുള്ള ബാലഭാസ്കറിൻ്റെ ഫാമിലി വീണ്ടും ഇതൊരു കൊലപാതകമാണെന്ന് ഉറച്ച് വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ പറയുന്ന വക്കീൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അത് കേൾക്കുക. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്നലെ തൊട്ട് പറയുന്നു, എൻ്റെ ഒരു സെക്കൻഡറി ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. രാഷ് റിയാക്ട് എന്നാണ് അതിൻ്റെ ചാനലിൻ്റെ പേര്. ചിലപ്പോൾ ഇനി അങ്ങോട്ടുള്ള, കാരണം ഈ ചാനൽ എപ്പോഴും എനിക്കൊരു ഇതുമില്ല, എപ്പോഴാണ് അടിച്ചു പോകണമെന്ന് ഒരു പിടുത്തമില്ല. ചിലപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ചിലപ്പോൾ ഞാൻ അതിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ചാനലിൽ. അതിനകത്ത് 2-3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പോയി കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു വോയിസ് ഒന്ന് കേട്ട് നോക്കും. 24/9/2018 ബാലഭാസ്കറും കുടുംബത്തോടും കൂടി തൃശ്ശൂർക്ക് വടക്കുനാഥന്റെ അമ്പലത്തിൽ വഴിപാട് കഴിക്കാനായിട്ട് പോയപ്പോൾ തമ്പി കൂടെ പോയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ട് തമ്പി കൂടെ പോയില്ല എന്നുള്ളത് ഒരു വക്കീലിന് നോക്കുമ്പോൾ അതൊരു സംശയം ഉണ്ടാക്കാവുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ CBI ആ കാര്യത്തിൽ മൊഴി എടുത്തിട്ടുണ്ട്. തമ്പിയെ കണ്ടു, അവർ ചോദിച്ചു എന്താ താൻ പോവാൻ ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ആശുപത്രിയിലായിരുന്നു, അവരെ അന്ന് ഡിസ്ചാർജ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്, സ്റ്റേ ബാക്ക് ചെയ്തതാണ്, ഞാൻ പോകാതിരുന്ന അതാണ് എന്ന് മറുപടി കൊടുത്തു. ഈ മറുപടിക്ക് ഒരു തെളിവായിട്ട് ആശുപത്രിയുടെ ഫ്രണ്ടിലുള്ള ഒരു ATM ൽ നിന്ന് ഒരു 25,000 രൂപ വിഡ്രോ ചെയ്തതിൻ്റെ ഒരു സ്ലിപ്പും ഇങ്ങനെ കൊടുത്തു, CBIക്ക് കൊടുത്തു. ഈ സ്ലിപ്പ് കൊടുത്തു വെച്ചു. ഇപ്പം ആശുപത്രി പോകാനായിട്ട് പോയതാണ്, അയാൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു. ഈ രണ്ട് കാര്യം വെച്ചിട്ട് CBI പ്രകാശ് തമ്പി പറഞ്ഞത് മുഴുവനും അങ്ങോട്ട് വിശ്വസിച്ചു. ഈ വിശ്വസിക്കുന്നതിനെയാണ് ഹൈക്കോടതി പറഞ്ഞ് അത് ഗോസ്പൽ ഓഫ് ട്രൂത്ത് ആയിട്ട് എടുത്തു, ഈ സാക്ഷികൾ പറയണതെല്ലാം ഒരു സുവിശേഷ പ്രഘോഷണമായിട്ട് തന്നെ കണക്കാക്കി എന്ന് കോടതി പറയാനുള്ള കാരണം ഇതാ. ഫർദറായിട്ട് അന്വേഷിച്ചില്ല. എന്താ അന്വേഷിക്കേണ്ടിയിരുന്നത്? അവിടെ പ്രകാശ് തമ്പിയുടെ ഭാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്നോ, അവരെ അന്ന് ഡിസ്ചാർജ് ചെയ്തോ, അതിനെന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ടോ, ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെയല്ലേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അയാളോട് ചെന്ന് ചോദിച്ചു, അയാളൊരു മറുപടി പറഞ്ഞു, ഒരു കടലാസും കൊടുത്തു, അത് മേടിച്ചു പോകുന്നു. അപ്പൊ അതില് സോബി അവിടെ ഒരു വണ്ടി നിർത്തിയിട്ട് കിടന്നിരുന്ന ഒരു ആനന്ദം ഫ്യൂവൽസ് എന്ന് പറഞ്ഞൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ CCTV ഉണ്ട് എന്ന് സോബി മൊഴി കൊടുത്തിട്ടുണ്ട്. പറയാം. അവിടെ ചെന്നപ്പോ CCTV ഇല്ല എന്ന് ആ കമ്പനിക്കാരൻ പറഞ്ഞു. CCTV ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോബി കണ്ടതാണ്. സോബി അവിടെ മൊഴി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവര് പരിസരം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇവര് പരിസരം കാണാനായിട്ട് പോയപ്പോൾ സോബിയോട് ആ നാട്ടുകാർ പറഞ്ഞു, ചേട്ടാ ഇവിടെ CCTV ഉണ്ടായിരുന്നു, അവരിപ്പോ കട്ട് ചെയ്താട്ടോ. നോക്കുമ്പോ അതിന്റെ വയറ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ ആ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് CCTV ഉണ്ടായിരുന്നോ എന്നുള്ളത് വ്യക്തമായിട്ട് അന്വേഷിക്കണം, വേണ്ടേ? അതുപോലെ അവിടെ CCTV ഇല്ല എന്ന് അവർ പറയുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സമീപകാലത്ത് CCTV ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ റെക്കോർഡഡ് അല്ലേ? അതൊന്നും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞു കേട്ടു, ഇങ്ങ് പോന്നു. ഇങ്ങനെ എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ പറയുന്നവർ കേട്ടിട്ട് പോകുന്നു. അതിനെയാണ് കോടതി പറഞ്ഞ ഗോസ്പൽ ഓഫ് ട്രൂത്ത് ആയിട്ട് കണക്കാക്കിയത്. തമ്പി രാവിലെ ആക്സിഡന്റ് സ്പോട്ടിൽ എത്തുന്നു. അയാൾ എത്തുന്നതെല്ലാം നോക്കിയാൽ മതി. അയാൾ എത്തിയ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാലുവിനെയും ഭാര്യയും അർജുനെയും നിറഞ്ഞ് ഇയാൾ നേരെ അങ്ങോട്ട് പോകുന്നു. ആ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഇവർക്ക് ബോധമുണ്ട്. ബാലു ചോദിച്ചു കുഞ്ഞെങ്ങനെ എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ വിത്തിൻ നോ ടൈം ഇയാൾ ഈ 3 പേരെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യിച്ചു. ഡിസ്ചാർജിന്റെ അഗനിസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ, റിപ്പോർട്ട്സിൽ അങ്ങനെയാണ്
മെഡിക്കൽ കോളേജിൽ നിന്ന് എഴുതിയേക്കുന്നത്. ഡോക്ടറുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് ഡിസ്ചാർജ് ചെയ്യിച്ചു, ബൈ ഫോഴ്സ് ഡിസ്ചാർജ് ചെയ്യിച്ചു കൊണ്ടുവന്ന് ഇദ്ദേഹം ഇവിടെ അനന്തപുരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് എന്ത് റേറ്റാണ് ഉള്ളത്? എന്താണ് ഇദ്ദേഹത്തിൻ്റെ അവകാശം? ഈ എഗനിസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഇവരെ ഡിസ്ചാർജ് ചെയ്യിക്കണം എന്നുള്ളത് ബന്ധുക്കൾ ആരെങ്കിലും അറിയണ്ടേ? ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, മറ്റേ ഭാര്യ വീട്ടുകാരുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ ബാലഭാസ്കറിന്റെ കസിന്റെ ഭർത്താവ് അവിടെ തൊട്ട ഓപ്പോസിറ്റുള്ള SUT ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ. ഈ വണ്ടി ഓടിച്ചിരുന്ന അർജുൻ കെ നാരായണൻ എന്ന് പറയുന്ന പയ്യൻ ബാലഭാസ്കറിന്റെ കൂടെ ജോലിക്ക് കയറിയിട്ട് അധികം ആയിട്ടില്ല, ഒരു 1.5-2 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അവന് ക്രിമിനൽ ആന്റിസിഡൻസ് ഉണ്ട്. അവൻ 2 ATM തെഫ്റ്റ് കേസിലും ഒരു ഭവനഭേദന കേസിലും പ്രതിയാണ്. ഈ കുഞ്ഞു പ്രായത്തില് അവൻ നേരത്തെ മറ്റേ വിഷ്ണു സോമസുന്ദരം പറഞ്ഞ് വേറെ സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു. അവനെ നന്നാക്കാനായിട്ട് കൊണ്ടുവന്നെന്നാണ് പറയണത്. വിഷ്ണു സോമസുന്ദരം വഴിയാണ് ഈ ഡ്രൈവർ ബാലുവിലെത്തുന്നത്. അതിൽ ഈ പൂന്തോട്ടം ആയുർവേദ ഹോസ്പിറ്റലിലെ ആ പാർട്ടികൾ ലത എന്നൊക്കെ പറയുന്നവരൊക്കെ ഇവിടെ ചേർന്നിട്ടാണ് ഈ പയ്യനെ ബാലഭാസ്കറിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ അന്വേഷണത്തിലെ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ആദ്യം ആ ഡ്രൈവറോട് ചോദിക്കണമല്ലോ, അവന് വേറെ ശാരീരിക പ്രശ്നങ്ങൾ കാലിനും കൈനും ഒക്കെ ഓരോ ഓർത്തോ കംപ്ലൈൻറ്റ്സ് ആണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ട് അവന് ബുദ്ധിക്ക് സ്ഥിരതയ്ക്കോ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പരിക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവനോട് ചോദിച്ചിട്ടില്ല വണ്ടി ആരാ ഓടിച്ചത്, ആ സമയത്ത് ചോദിച്ചിട്ടില്ല. അതിനുശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ്, കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ അവന്റെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കാനുള്ള സമയം കിട്ടിയ ശേഷമാണ് അത് ചോദിച്ചേക്കുന്നത്. പിന്നെ ആ സമയത്ത് അവൻ മദ്യപിച്ചിരുന്നു, ഇതൊക്കെ ബൗൾ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അതൊന്നും ചെയ്തില്ല. പിന്നെ മൂന്നാമത് വണ്ടിയിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് മൊഴിയെടുക്കാൻ പറ്റുമോ? ലക്ഷ്മി ഉണ്ടായിരുന്നു. ലക്ഷ്മി ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് മൊഴിയെടുക്കാനുള്ള ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് വന്നത്. ബാലഭാസ്കർ സംസാരിച്ചിരുന്നു എന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, ബോധം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങേരുടെ അടുത്തുനിന്ന് ഒരു മൊഴി എടുക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഉണ്ടായിരുന്ന വേറെ ഈ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഇവരിലിപ്പോ ഡ്രൈവർ പറഞ്ഞു ഞാൻ ഓടിച്ചു എന്ന് പറയുന്നു. ആരോട് പറഞ്ഞു? ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവെന്ന് പറഞ്ഞാൽ ആ കൊല്ലത്ത് ജ്യൂസ് കടയിൽ CCTVയിൽ ആരായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അറിയാനുള്ളൊരു തെളിവുണ്ടായിരുന്നു. അത് പ്രകാശ് തമ്പിയുടെ നേതൃത്വത്തിൽ പോയിട്ട് ആ CCTV ഇളക്കി മാറ്റി പരിശോധിച്ച് അത് നശിപ്പിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ആ തെളിവ് ഇദ്ദേഹം നശിപ്പിച്ചു. ഇദ്ദേഹത്തിന് അവിടെ പോയി അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ല, കാരണം പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചു ആരാ ഡ്രൈവർ എന്നറിയാൻ. എന്തിനാ അന്വേഷിച്ചേ? അത് പോലീസ് പോയി ആ സാധനം എടുക്കില്ലേ? അത് ഇയാൾ പോയി ആ സാധനമൊക്കെ ഇളക്കി മാറ്റി ഒരു ടെക്നീഷ്യനെ കൊണ്ട് പോയി അഴിച്ചു നോക്കി. ഒന്നുമില്ല, അത് മനഃപൂർവ്വം ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ അമിതാവേശത്തിൽ ചെയ്തതായിരിക്കാം. എന്തായാലും ആ തെളിവ് നഷ്ടപ്പെടുത്തി. അല്ല, ആ തെളിവ് പോലീസിന് കിട്ടിയിട്ടില്ല അല്ലേ? പോലീസിന് കിട്ടുമ്പോഴത്തേക്ക് അത് വർക്കബിൾ അല്ല, അത് തകരാറിലായി കഴിഞ്ഞു. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞത്, ഈ മനുഷ്യൻ ചെല്ലുന്നിടത്തൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിഗൂഢത തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്ത കാര്യങ്ങളെല്ലാം ദുരൂഹമാണ്. നമുക്ക് ആദ്യം അവരോട് സഹതാപത്തോടുകൂടി മാത്രമല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞുണ്ടാവുന്നു, ആ കുഞ്ഞും ഭർത്താവും അവരെ വിട്ടുപോയി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അവരോട് വേറെ രീതിയിൽ വേറെ ആംഗിളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. പക്ഷെ ഈ അപകടത്തിൽ ഈ മരണത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്, മൊഴി കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്നും അന്ന് ഇവർ പാലക്കാട് ഒരു ജോത്സ്യനെ കാണാനായിട്ടൊക്കെ ബുക്ക് ചെയ്തിരുന്നു പിറ്റേ ദിവസം 25-ാം തീയതി രാവിലെ. അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് രാത്രി തന്നെ തിരിച്ചു പോരാൻ എന്താ കാരണം എന്ന ചോദ്യത്തിന് ലക്ഷ്മി പറഞ്ഞത് ഒരു സംഗീത സംവിധായകനെ കാണാനായിട്ട് മീറ്റിങ്ങിന് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അയാളെ കാണാനായിട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പാലക്കാട് പ്രോഗ്രാം കട്ട് ഷൂട്ട് ചെയ്ത് അന്നേക്ക് രാത്രി തന്നെ തിരിച്ചു പോകുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഈ സംഗീത സംവിധായകനെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു മീറ്റിംഗ് ഞാനുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു തൃശ്ശൂർക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 2-3 ദിവസം ഞങ്ങൾ പല സ്ഥലത്ത് ഇരുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ പ്രോജക്റ്റൊക്കെ ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് സെറ്റിൽ ചെയ്തതാണ്. കൂടുതലൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല, ഞങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലക്ഷ്മിയുടെ ആ മൊഴി ശരിയല്ല. അപ്പൊ അതിലൊരു ഫർദർ പ്രോബ് ഒന്നും നടന്നിട്ടില്ല. ലക്ഷ്മി എന്ത് പറഞ്ഞു, മറ്റുള്ളവരോട് ചെയ്ത പോലെ തന്നെ ഇവര് ലക്ഷ്മി പറഞ്ഞതും വിശ്വസിച്ചു. പിന്നെയും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഈ ഫോണൊക്കെ തമ്പിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്, തമ്പി അത് ഞാൻ ചോദിച്ചിട്ടും തന്നില്ല.
അതിലും ഒരു അന്വേഷണം നടത്തില്ല. എന്തുകൊണ്ട് ഫോണിന്റെ ഉടമസ്ഥ ബാലഭാസ്കറിന്റെ ഫോണ് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യയുടെ കയ്യിലല്ലേ ഇരിക്കട്ടെ? അവര് നോർമലായി അസുഖം കഴിഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോൾ ഇയാളാ ഫോൺ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അത് ചോദിച്ചിട്ടും തിരിച്ചു തന്നില്ല എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല. കാര്യമായിട്ട് യാതൊന്നും മൊഴിയെടുത്തു എന്നല്ലാതെ.